ഹായ്, ഞാൻ ഡോക്ടർ റെന്നി ഫിലിപ്പ്. നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളെ കോളേജിൽ, നിങ്ങളെ സ്കൂളിൽ ആരെങ്കിലും പല്ലിന് കമ്പിയിട്ടത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും തോന്നും, എനിക്കും കമ്പിയിടേണ്ട ആവശ്യമുണ്ടോ, എനിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പല്ല് പൊങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു സ്റ്റഡി നടത്തും. എന്നിട്ട് പല്ല് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുക അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പല്ല് പൊങ്ങിയിരിക്കുന്ന മാത്രമാണ് ഒരു കമ്പി ഇടാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്ന കാരണം എങ്കിൽ അത് മാത്രമല്ല ഞാൻ ഈ പറയുന്നതും കൂടെ നിങ്ങൾ കേൾക്കാം. ക്രൗഡഡ് ആയിട്ടിരിക്കുന്ന പല്ല്, അതായത് നിരതെറ്റി തിങ്ങി ഞരങ്ങിയിരിക്കുന്ന പല്ലുകൾ ചിലരുടെ വായിലുണ്ടാവാറ്. അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷൻസിൽ ക്ലീനിങ് പ്രോപ്പർ ആയിരിക്കില്ല. പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കയറിയിരിക്കുകയും ഗം ഡിസീസ് വരും. അതേപോലെ തന്നെ പല്ല് കേടുപിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ലോങ് ടേം ആയിട്ട് തംസക്കിങ് പോലുള്ള ഹാബിറ്റ്സ് ഉള്ള കേസിൽ ഫ്രണ്ട് പല്ലുകൾ, അതായത് താഴത്തെയും മേലത്തെയും ഫ്രണ്ട് പല്ല് തമ്മിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിലും നിങ്ങൾ എന്ത് തന്നെ ആയാലും ഓർത്തോ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അനിവാര്യതയാണ്. പിന്നെ ചിരിക്കുമ്പോൾ മോണ കാണുന്ന അവസ്ഥയുണ്ട്, ഗമ്മി സ്മൈൽ എന്നാണ് പറയുക. അതും ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ വേറൊരു അവസ്ഥയാണ് സ്പേസിങ്. പല്ലിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉള്ള കേസുകൾ. ഇങ്ങനെ സ്പേസ് ഉണ്ടാവുന്ന കേസുകളിൽ ഫുഡ് ലോഡ്ജ്മെൻറ്റ്, പല്ലിൻ്റെ ഇടയിൽ ഫുഡ് കയറുകയും അതുവഴി പല്ലിന് കേടുപിടിക്കാനുള്ള സാധ്യതയും ഉണ്ടാവാറുണ്ട്. ജോ ഡെവലപ്മെൻറ്റ് കറക്റ്റ് അല്ലാത്ത കേസുകൾ, അതായത് താടിയലിൻ്റെ വളർച്ച കൂടുതൽ, കുറവുകൾ. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങളൊരു കറക്റ്റായിട്ടൊരു ഓർത്തഡോണ്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ടാലേ ഇതിനെന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ പല്ലിന് കമ്പിയിടാനുള്ള കാരണം പല്ല് പൊങ്ങിയിരിക്കുന്നത് മാത്രമല്ല എന്നുള്ളതും കൂടി അറിയുക.